Hey guys, assalamu alaikum. Welcome back to my channel. Ebru, bhai evide ebbu? Ebbu bhai endu cheyunu? Ebbu bhai endu cheyunu? Odu nokke. Kunni, evide okke? Ebbu bhai endu cheyunu? Guys, as you all know, nammalipa Sunuonna enichirunne Charlotte. Sunu full aranchode irikana tired ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തായ്ലൻഡിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് തായ്ലൻഡ് വന്നിട്ട് ഇറ്റ്സ് അവർ ഫസ്റ്റ് ഡേ. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അടിപൊളിയായിട്ട് കറങ്ങി. ഈ റൂമിൽ ലൈറ്റിങ് കുറവാണ് കേട്ടോ, അതാണ് ഇറ്റ്സ് ഡൾ. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. 1 by 1 പോണം, ബിക്കോസ് 1 ബാത്റൂം ഉള്ളൂ ഈ പ്രാവശ്യം നമ്മുടെ അടുത്ത റൂമിൽ. അപ്പോൾ സൈഗു ഫ്രഷായി, എബ്രു ഫ്രഷായി. എബ്രു ആദ്യം ഫ്രഷായി, എന്നിട്ട് സൈഗു. ഇപ്പൊ സോനു പോയിരിക്കുക. സോനു ഫ്രഷ് ആയിട്ട് വരും. ഈ ക്ലിപ്പ് ഞാൻ കുത്തി വെക്കുന്ന ഷോൾ പോവാതിരിക്കാൻ വേണ്ടി അപ്പൊ ബിക്കോസ് ഈ ഒരു മെറ്റീരിയൽ അപ്പൊ ഷോൾ പോവും. ഞാൻ അങ്ങനെ പുതിയ നൈറ്റൊക്കെ ഇട്ടിട്ടിരിക്കുന്നതാണ് ഗൈസ്, കാണിച്ചു തരാം. സോനു നെക്സ്റ്റ് പോവും. സോ നൈറ്റ് വെയർ ഇടാന്ന് വിചാരിച്ചു, പിന്നെ ടൈലിടാന്ന് വിചാരിച്ചു പോയി. ഓക്കെ, അപ്പൊ ഇപ്പൊ വേറെ എടുത്തിട്ടുണ്ടോ? ഞാനൊന്ന് ഒരു സ്ട്രൈപ്സ് പോലെ 2 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് ചോദിക്കും നൈറ്റ് തരുമോന്ന്, ബിക്കോസ് നൈറ്റ് ഭയങ്കര കംഫർട്ട് ആണല്ലോ. അപ്പോ ഇന്ന് നമ്മൾ സ്നേഹിക്കാൻ വന്നു ഗൈസ്. സ്നേഹിക്കാൻ വന്നു. കുറച്ച് കോൾഡാണ് ആൾക്ക്, കുറച്ച് കോൾഡാണ്. അതിന്റെ ന്യൂ നൈറ്റ് ഡ്രസ് ആണ്. ദീദി സെലക്ട് ചെയ്ത കുഞ്ഞു ഡ്രസ്. അവൻ കുഞ്ഞു ഡ്രസ് ഇടുന്നത് സുനുവിന് ഇഷ്ടം ആക്ച്വലി. സ്ലീവ്ലെസ് കുഞ്ഞു ഷോർട്സ് ഒക്കെ. ഞാൻ വലിയ വലിയ ഡ്രസ്സാണ് അവൻ ഇടിപ്പിക്കണത്. അവന് ബാഗ് ആയിട്ട് ഇടുന്നത് കൈ മാറ്റി. അറിയാലോ, പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ബോയ്സ് മോമിനെ അറിയാതെ അല്ലേ ബു? അടുത്ത ട്രിപ്പ് എന്താ? അടുത്ത ട്രിപ്പ് എന്താ? ഷോളൊക്കെ വലിക്കല്ലോ ഉമ്മയുടെ. ദീദി എന്നെ കൊല്ലു. നോ മമ്മി, ഉമ്മി അശ്വമി. കുത്തിമരിയുടെ കൊച്ചി കുഞ്ഞല്ലേ നിങ്ങ. അവിടെ ഇരിക്കും കുഞ്ഞി. ഉമ്മി മമ്മ ഉണ്ടാക്കട്ടെ, രാഗി ഒക്കെ ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് കഥ പറയാം ഇന്നത്തെ. ഇന്നത്തെ കഥ പറയാം നമുക്ക്. സൈലന്റ് ആയിരുന്നു ഇന്ന് മൊത്തം വയ്യാണ്ട്. ഓ ഗോഡ്, എന്റെ ഞാൻ ക്ലിപ്പിട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ ഫുൾ എടുക്കണ്ടത്. കഴിക്കാല്ലേ? നമുക്ക് ഉമ്മി വരട്ടെ, ഒന്നിച്ച് കഴിക്കാം. ഒന്നിച്ച് ഡിന്നർ ചെയ്യുമ്പോ ഒരു വൈബാണ്. കുഞ്ഞ് ഇങ്ങോട്ടൊക്കെയാണ്. ഉടനോക്കെ ഇവിടെ കുഞ്ഞ് ഉടനോക്കെ. കുഞ്ഞ് എന്താ ചെയ്യണേ? പയ്യെടുത്ത് പോണേണ ഞാനി. ഓക്കെ എന്താ ഇത്? ഇരിക്കട്ടെ. ഇട്ട അത് ഊറുമ്പില്ലേ ഫുൾ ഹെയർ വരും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. കുറച്ച് ഫ്രണ്ട് ആക്കിട്ടു. അല്ല, കുറച്ച് ഫ്രണ്ട് അല്ലേ മതി. കഥ പറയാം. അങ്ങനെ നമ്മൾ ഇന്ന് ഉമ്മ വെച്ചേരണോ? ഉമ്മ വെച്ചേരാം. അവരെന്നാ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ലൈറ്റ് കുറവാണ് ആക്ച്വലി ഇവിടെ. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടില്ല. ഇങ്ങനെ വെരി ലോ ലൈറ്റ് ആണ്, ഡിം ലൈറ്റ് ആണ് ആക്ച്വലി ഇവിടെ. അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നു, റൂമൊക്കെ എടുത്ത്. ബേബി പറഞ്ഞല്ലേ സൗണ്ട് ഒക്കെ കുറച്ച് കുറച്ചോ. അപ്പോ നമ്മൾ ഇവിടെ എത്തിയിട്ട് നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത്. ആംഗിൾ വാസ് നോട്ട്
റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡ് ഓർഡർ ആക്കി, ബിരിയാണി കഴിച്ചു. ബിരിയാണി ഓർഡർ ആക്കിയത് കൂടുതലാണ് ആക്ച്വലി. ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ മതിയാവൂല എന്ന് വിചാരിച്ചു, ബിക്കോസ് ഞാൻ പിള്ളേരൊക്കെ ഉറങ്ങണായിരുന്നു. മതിയാവൂല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓർഡർ ആക്കി. അത് ഇനി ബാക്കിയുണ്ട്. 2 പ്രാവശ്യം ഓർഡർ ആക്കി. ഡാഡി വീണ്ടും ഓർഡർ ആക്കി. നമ്മൾ ഉറക്കമായിരുന്നു. അപ്പൊ ഡാഡി വിചാരിച്ചു മതിയാവൂല, വേറെ ആഴ്ച കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ അപ്പൊ അത് നമ്മൾ കഴിച്ചു. നമ്മൾ ഇന്ന് ഇട്ട ഡ്രസ്സിൽ തന്നെ നമ്മൾ ഫ്രഷ് ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഞാൻ റസ്മിനോട് ഇരുന്ന് സംസാരിക്കാണ്ട് ഇവിടെ ഇപ്പൊ എവിടെ വരെ എത്തി? ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ജസ്റ്റ് ഒന്നും കൂടെ റീഡു ചെയ്തിട്ട് യെസ്. എന്നിട്ട് പിന്നെ എവിടെയാ പോയത്? പേരെന്തായിരുന്നു? രംബു അല്ലല്ല, ഏതൊരു സ്ട്രീറ്റ്, ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരു സ്ട്രീറ്റിൽ പോയി ഫുള്ള് കറങ്ങി ഓരോന്ന് തിന്ന്. പിന്നെ അവിടെ ഡാഡി ഇങ്ങനെ ഈ ടീം തുറപ്പണായിരുന്നു. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്ലാനാക്കി ഓരോ സാധനമൊക്കെ ഇതാക്കിയിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ കിട്ടി. എന്നിട്ട് ക്യാഷ് എടുത്ത് എല്ലാവർക്കും ഡാഡ തന്ന് അങ്ങനെയൊക്കെ. വിഷമം ഇപ്പൊ പിന്നെയും കുത്തിയിട്ട് കാര്യമില്ല. എപ്പോ വന്നിട്ട് ഫുൾ കാലറിയായിരുന്നു കുഞ്ഞെ. വലിയ 2 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്തോണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിട്ടുന്നു. വേണ്ട കുഞ്ഞി, വേണ്ട 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 വേണ്ട. നമ്മുടെ ടേബിളൊക്കെ അറിഞ്ഞിരിക്കണം സാധനങ്ങൾ. നോയ് ബ്രോ വേണ്ടട്ടാ, കാല് വീണ് കരയോ അവൻ തന്നെ. അങ്ങനെ നമ്മൾ ആ ക്യാഷും മേടിച്ച് നമ്മൾ പക്ഷെ അവിടെ അങ്ങനെ ഷോപ്പൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മളെ വൈബിന് പറ്റിയ ഒരു ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നു, നോർമൽ ഐറ്റംസ് ആയിരുന്നു. നമ്മൾ പ്ലാറ്റിനം മോൾ, ചട്ടുചക്ക് മാർക്കറ്റ് അവിടെയൊക്കെ ഷോപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോ അതെന്തായാലും ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സോനുന്റെ ആനിവേഴ്സറി ആണ് 21st. സോ ടുഡേ 20. അപ്പോ അല്ല, ടുഡേ 19. അപ്പൊ നാളെ 20 സോണിന്റെ ആനിവേഴ്സറിക്കുള്ള ഷോപ്പിംഗ്. നമ്മുടെ പൈസയില് നമുക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ഗൈസ്. ഇന്ന് തായ് ബസാറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൻഡ് വി വർ തിങ്കിങ്, ഡബിൾ മൈൻഡ് ആയിരുന്നു, വേണോ ഇന്ന് പിന്നെ ചെയ്താൽ മതിയാന്നൊക്കെ. പിന്നെ വി വർ ടയർഡ് ആക്ച്വലി. ഞാൻ പിന്നെ മെയിൻ ആയിട്ട് പിന്നെ മേക്കപ്പ് ആക്സസറീസ് അങ്ങനെ നോക്കുള്ളൂ. ഡ്രസ്സിന് ഡാഡ പറഞ്ഞേ നിങ്ങൾ ആദ്യം ഡ്രസ് ആയിരിക്കും നോക്കാൻ പോടെ, വെറൈറ്റി ആയിട്ടുള്ളത് കാണുമ്പോ. നോ കുഞ്ഞി, വേണ്ട കുഞ്ഞി, പൊട്ടിപ്പോ കുഞ്ഞി, വേണ്ട മോനെ. അപ്പൊ അങ്ങനെയൊക്കെ കറങ്ങി നമ്മൾ വന്നു. ബേബിയുടെ വ്ളോഗ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം. അതില് സോനു പല പല ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താന്ന് പറയൂല, ഇറ്റ്സ് എ സസ്പെൻസ് സീക്രറ്റ് ആണ്. പക്ഷെ നമ്മളൊക്കെ ഇതുവരെ ട്രൈ ചെയ്യാത്ത, ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ സോനു ട്രൈ ചെയ്തിട്ടുണ്ട്. സച്ച് എ ബ്രേവ് ഗേൾ. എന്റെ ഫ്രണ്ട് പറഞ്ഞു നീ കഴിക്കട്ടെ, എന്നൊക്കെ റിക്വസ്റ്റ് ആക്കി. ബേബി കഴിക്കുള്ള, എന്നിട്ട് നമ്മളെടുത്ത് കഴിക്കാം. നമ്മള് നോ 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 വി സെഡ് ജസ്റ്റ് നോ. നോ ഐ കാൺട്ട്. ഒന്നെങ്കിലും ഇത് ഇറ്റ്സ് നോട്ട് ഫ്രൂട്ട്സ് ഓർ ഈ ഡ്യൂറൈനൊക്കെ നോക്കാം, ഇറ്റ്സ് എ ഫ്രൂട്ട്. മനസ്സിലായ ഇത് പറയാനുള്ള അധികം ബേബിയുടെ ചാനൽ തന്നെ നോക്കും, അതായിരിക്കും ഒരു രസം. നല്ല ബോട്ടിൽ എക്സ്പ്ലോർ ചെയ്യണ്ടോ, എനിക്ക് പേടിയാവുന്നുണ്ട്. കാലില് വീണ അത് മതി ഇന്നത്തേക്ക്. അവൻ മാറ്റി വെച്ചൊക്കെ അറിയും. അപ്പൊ അവനിപ്പൊ ഡിന്നർ കൊടുത്തിട്ടില്ല. സോ ഐ എം പ്ലാനിങ് ടു ഗീവ് റാഗി. ഞാൻ ഉച്ചക്ക് ചോറ് വെച്ചിട്ട് അവൻ കഴിച്ചിട്ടില്ല. കോൾഡ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം. അവിടെ നോട്ട് ഫോഴ്സിങ് ഹിം, ബിക്കോസ് കോൾഡൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഹി കാൺട്ട്. അപ്പം ഇച്ചിരി കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കട്ടെ, റാഗി ആകുമ്പോൾ ഇറ്റ്സ് ഈസി ടു ഈറ്റ് റൈറ്റ്. റാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബിരിയാണി ചൂടാക്കിട്ട് മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കാനാണ് തോന്നുന്നത്. മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കുമ്പോൾ വരെ തിന്നാവൂലല്ലോ. ഇറ്റ്സ് ഈറ്റ് കുറച്ച് ബിരിയാണി, പിന്നെ ഡിസേർട്ട് പോലെ മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കും. ഞാൻ മിക്കവാറും
ഫ്രഷ് ആയിട്ട് ബിരിയാണി കഴിക്കും, അല്ലെങ്കിൽ ബിരിയാണി ഇച്ചിരി ഫ്രഷ് ആഹാരനോട് കഴിച്ചിട്ട് എന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോ, നോ പ്രോബ്ലം. എന്തായാലും കുളിച്ചിട്ട് ഉറങ്ങും കേട്ടോ, വ്ളോഗിൽ കാണിക്കും. ഇന്നെന്തായാലും ഫ്രഷ് ആവും സോറി, ബിക്കോസ് അത്രയ്ക്ക് ടയർഡായി നമ്മൾ. ഞാൻ വന്നപ്പോ തന്നെ ആയി. എനിക്ക് ഞാൻ ഉഡീസല്ലേ ഇട്ടോണ്ട് നടന്നത്, ഭയങ്കര എനിക്കിഷ്ടമായി. പക്ഷെ എന്റെ എയർപോർട്ട് ഫിറ്റ് നടന്നുകൊണ്ട് ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇവൻ ബോട്ടിൽ എയർപോർട്ട് ഫിറ്റിങ്ങിന് എനിക്കിപ്പോ ഫുൾ സ്ലീവ് അങ്ങനെ എടുക്കുമ്പോ മീൻസ് ഫ്ലൈറ്റില്, പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ആയി കിട്ടും. എനിക്ക് നല്ല കംഫർട്ട് ആയിരുന്നു. കൊള്ളാം, ഫ്ലൈറ്റില് നല്ല കംഫി ആയിരുന്നു. വേറൊരു വെറൈറ്റി ആയിരുന്നു. സ്ട്രീറ്റിൽ നടക്കാനും കംഫി ആയിരുന്നു. പക്ഷെ എനിക്കും ചൂടൊന്നും എനിക്ക് തോന്നില്ല. സോ അത്രയൊക്കെയാണ് ഓറലി നമുക്ക് പറയാനുള്ള വിശേഷങ്ങൾ. സോ നൗ ബേബി ഈസ് ഔട്ട്. ബിക്കോസ് ബേബിക്ക് എന്തോ 1-2 ഐറ്റംസ് മേടിക്കാനുണ്ട്. ഐ മീൻ സ്റ്റോറിൽ നിന്ന് ഇതാ മെഡിക്കലും പോകാനുണ്ട്. 1-2 മെഡിസിൻസ് ഒക്കെ മേടിക്കാനുണ്ട്. ബേബിക്ക് മൈഗ്രെയിൻ വരും കുറെ നടന്നാലൊക്കെ. സോ ഹി വെന്റ്, ഇപ്പൊ വരും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. ബേബി നടന്ന് പോയി വരുള്ളൂ. സോ ഇറ്റ് ടേക്സ് ടൈം. അപ്പോ അത് മേടിച്ചിട്ട് വരട്ടെ, നമുക്കപ്പോൾ ഡിന്നർ കഴിക്കാം. സോന് വരുമ്പോൾ ഡിന്നർ കഴിച്ചിട്ട് ആദ്യം. അപ്പോൾ ആ ടൈമിൽ സുനു യു ഡു വൺ തിങ്, ഫ്രഷ് ആയിട്ട് വാ. ആ ടൈമിൽ എബ്രൂണ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ എബ്രൂണുള്ള ഫുഡ് ഞാൻ റെഡിയാക്കാം. ആൻഡ് ലെറ്റ് മീ ഷോ യു ഹൗ ഐ പ്രിപ്പയർ റാഗി വിതിൻ 5 minutes. ആക്ച്വലി 5 minutes. അത്ര ടൈം എനിക്ക് വേണ്ടി വരും. എന്താ നന്നായിട്ട് കാണിക്കുക. അല്ല മഷിമിനെ കാലാണിച്ചൊന്ന് കാലാണിക്ക. ഇത്ര വലിയ ഹീലിട്ടിട്ടാണ് റൂമിൽ നടക്കണേ. അത് നൈറ്റി അല്ല, മര്യാദക്ക് ബേബി പറഞ്ഞതാ ഐ മീൻ സ്ലിപ്പേഴ്സ് എടുക്കാൻ. ഞാൻ റൂമിലൊന്നും ഇടാറില്ല, പക്ഷെ ഇവിടെ ഇടണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടിക്കാണിപ്പോ എന്റെ കാലിലും കൊണ്ട് അതൊരു പ്രാവശ്യം കൊണ്ടാലേ ഇല്ല. പക്ഷെ പിന്നെ അത് കഴിയുമ്പോ പിന്നെ മറന്നിട്ട് പിന്നെയും തുടങ്ങും. എടുത്തു വെച്ചേന്ന് ഇപ്പൊ കരയാണ്. ഇവൻ ഇന്ന് സൈലന്റ് ആയതുകൊണ്ടിട്ട് ശരി. ഇന്ന് ഇവൻ സൈലന്റ് ആയതുകൊണ്ട് സുനു ഇസ് ലൈക്ക് ഇവൻ എന്താ ആക്റ്റീവ് അല്ലാത്ത, ഒരു മൂഡില്ല. കുട്ടൻ ആക്റ്റീവ് ആണെങ്കിൽ വരെ മേത്ത് കയറത് അവൻ ഇതാക്കും. അവനിപ്പൊ കാലി വീണതല്ല പ്രശ്നം, അവന് പിന്നെ എടുക്കുമ്പോ പിന്നെ അടുത്ത് മാറ്റി. എന്ത് വേണം മുറ്റിന് എന്ത് വേണം പറയില്ല. ഇല്ല കളിച്ചോ, റാഗി ഉണ്ടാക്കി കൊണ്ടുവരാം. ബേബിയോടെ കളിച്ചോ, മമ്മ ഉണ്ടാക്കി കളിച്ചോ. കുറെ സ്പൂണൊക്കെ തരണം, കുറെ സ്പൂണൊക്കെ തരാം കുഞ്ഞിക്ക്. കുളിച്ചൊക്കെ ഒരു മുടി എബു എബു നോക്കി എബു നോക്കി എബു നോക്കി എബു എബു ദേ എബു എബു എബുടെ എബു ദേ എബു. Guys, let's prepare ragi to Ebron. Okay, milk powder. ഈ ചാർജർ ഡാഡയുടെ അല്ലേ, സൂക്ഷിച്ചെടുത്ത് വെക്കണേ. റാഗി പൗഡർ കുറച്ചെടുക്കാം. വീട്ടിലാണെങ്കിൽ I'll add എന്ത് മിൽക്ക്, പക്ഷെ ഇവിടെ മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് പൗഡറാണ് ചെയ്യാൻ പോണേ. ഇവിടെ ആക്ച്വലി വെട്ടം കുറവാണ്. ഡിം ലൈറ്റ്, വെരി ലൈറ്റ്. ഭയങ്കര എസ്തെറ്റിക് പീപ്പിളാണ് തോന്നുന്നത് ഈ അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ. അതുകൊണ്ട് ലൈറ്റ് എന്താ പറയുക, ചെറിയ ചെറിയ ലൈറ്റാണ് ഇട്ടേക്കണം.
എന്നിട്ട് ഞാൻ ഇത് വെള്ളത്തിലൊന്നും കലക്കിട്ട് അതിന്റെ തിക്കായിട്ടുള്ള പോർഷൻ ഉണ്ടാവുമല്ലോ അത് കളയും. എന്നിട്ട് മേളത്തെ ഇത് മാത്രമേ എടുക്കുള്ളൂ. നമ്മളിപ്പോ വരുമ്പോ കൊറേ വെള്ളം കൊണ്ടുവന്നത് ആക്ച്വലി. ഞാനിവിടുത്തെ ടാപ്പ് വെള്ളം കുടിച്ചു, ഇവിടെ ആരും കുടിച്ചിട്ടില്ല. ഭയങ്കര കട്ടിയായിരുന്നു അത്. എന്നിട്ട് ആ റാഗി പൗഡർ നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് അരച്ചെടുക്കും. യെസ്, ഞാൻ എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആക്കണം. സൈഡിന്റെ ബ്ലാക്ക് ജീൻ മൈ ബ്ലാക്ക് ഹുഡീസ് ഒക്കെ ഒന്നിച്ചിടാം, നോ പ്രോബ്ലം. സോനോടെ ഡൈനിങ് ടേബിളൊക്കെ നല്ലോണം മേ ബി വാട്ട് ഇസ് നോക്കൊന്ന് ചെക്കാക്കി. സുനു ഷോൾ ഇട്ടോ? ഓ മൈ ഗോഡ്, എല്ലാം ഉണ്ട്. ഞാൻ പാരഷൂട്ട് ടൈപ്പ് പാന്റാണ് ഇട്ടത്. അതിലൊരു 6 പോക്കറ്റ്സ് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ ഇതാക്കി എടുക്കട്ടെ, നോക്ക് എന്ത് കഷ്ടം നോക്കി. ഞാനിപ്പോ ചെക്ക് ചെയ്തോണ്ട് ഓരോന്നൊക്കെ കിട്ടണത്. ഇല്ലെങ്കിൽ എല്ലാം അരഞ്ഞ് കളഞ്ഞ് ജ്യൂസായിരിക്കും. നീ പോവും അതിന്റെ ഉള്ളില് ടക്ക് 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 ഒച്ച വരും. ഇപ്പൊ എത്ര 4 ക്ലിപ്പ് ഇട്ടേച്ചാ തലയില്. 4 ക്ലിപ്പ്, ഒരു പാമ്പർ പാന്റിന്റെ ഉള്ളില്. പാമ്പറും ഉണ്ടാവും, വെറ്റ് വൈപ്സ് അല്ല പാമ്പറും ഉണ്ടോ? ഉണ്ടാവും. വേറെ പോക്കറ്റ് ഞാൻ ചിലപ്പോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടാ. പവർ ബാങ്ക്, ഗ്ലാസ്, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം മാറ്റി, ഇത് മാറ്റം മറന്നുപോയാന്ന് തോന്നുന്നു. അത് ഒന്നിച്ചിടാം എല്ലാം. സുനുണ്ട് അയബുന്റെ ബ്ലാക്കും അവരുടെ കൂടെ ഇട്ടു. വൈറ്റ് ഇടുന്ന പോലെ. ഇത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. കളകളാക്കാം. ഇന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കാര്യമില്ല, ഡിറ്റർജന്റ് മേടിച്ചില്ലല്ലോ. മാറ്റി വെച്ചേക്കാം. നാളെ സോനൊരു ഷോപ്പിംഗ് പോണം. നാളെ ഞാൻ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ എനിക്കെന്താ പുറത്തൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. ഗ്രോസറി. അപ്പൊ നാളെ ആരൊക്കെ എഴുന്നേക്കുന്നു അവരൊക്കെ എന്റെ കൂടെ ഷോപ്പിംഗ് വരുന്നതായിരിക്കും. ആരും വന്നില്ലെങ്കിൽ ഒറ്റക്ക് ഷോപ്പ് ചെയ്യും. സുന എന്തായാലും ഒരു അപ്പൊ നാളെ ഷോപ്പിംഗ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇവിടെ നമ്മൾ 2 ദിവസം ഉണ്ടോ, അതനുസരിച്ച് തങ്കണ്ടേ നമുക്ക് 8 ദിവസം. അങ്ങോട്ട് പോയാലും ബാക്കിയുള്ള ദിവസം ഡിറ്റർജന്റ് ആവശ്യമുണ്ടല്ലോ. നോക്കി അടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കംഫോർട്ട് എടുത്തത്. സുനി പേര് നോക്കിയില്ല. ഞാനാണെങ്കിൽ എടുത്തോന്ന് പറയുകയും ചെയ്യും. പ്രാവശ്യം ഡിറ്റർജന്റ് എടുക്കണം, കംഫോർട്ട് എടുക്കണം. മുട്ടയില്ലേ, കോഴിമുട്ട. ഫിഗ്സ് ഫിഗ് നല്ല ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, സെറ്റ് ആക്കിട്ട്. ഇത് കാണുമ്പോ ഞാൻ ആ ദൂരത്ത് നിന്നപ്പോ ഒറിജിനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒറിജിനൽ ആക്കി വെച്ചേക്കണ പോലെ അല്ല, പക്ഷെ 3D എഫക്റ്റ് ഉണ്ടായിരുന്നു. ദൂരത്ത് നോക്കിയപ്പോ ഇങ്ങനെ ഒറിജിനൽ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് പിക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കിച്ചന്റെ എടുക്കുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം. ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ കേട്ടോ ഗൈസ്. ഞാൻ ഇതിലിപ്പോ കുറച്ച് മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ടാവുന്നുണ്ട്, പിന്നെ കൽക്കണ്ട ഇട്ടിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ നെയ്യൊക്കെ ഇടും. നെയ്യ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ സുനു കുടിക്കാൻ പോയിട്ടുണ്ട്. സുനു വരുമ്പോൾ രഘുന കൊടുത്ത് കഴിയണം, എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇതന്നെ പണി, ഇതന്നെ പണി. ഓ സ്നേഹിക്കണ അങ്ങനെ അവരെ ചോക്ക് ബേബി ചോക്ക്. ഓ സീനായി ഗൈസ്. അപ്പൊ റാഗി റെഡിയാണ്. ഇനി നമുക്ക് ചൂടാട്ടി അവന് കൊടുക്കാം.
ഇവിടെ നേരത്തെ ഭയങ്കര ലോ ലൈറ്റ് ആയിരുന്നില്ലേ, ഇപ്പൊ സോന എനിക്കൊരു സെറ്റപ്പ് ചെയ്ത് തന്നാട്ടോ. നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈറ്റ് നമുക്ക് സെറ്റ് ആക്കി സോന തന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത്യാവശ്യം വെട്ടം കിട്ടി. സോനു വരൂ. താങ്ക് യു. സോനു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ജീവിതത്തിൽ കുറച്ച് എക്സ്പീരിയൻസുകൾ കൂടുതലായതുകൊണ്ട് കുറച്ച് വിവരവും കൂടുതലായി പോയി. ഐ അഗ്രി. ഞാൻ അഗ്രി ചെയ്യും. അല്ല, അഗ്രി ചെയ്യേണ്ട കാര്യം ചെയ്യണമല്ലോ. അത്യാവശ്യം ബുദ്ധിയുണ്ട് ചില അവിടെ അവിടെ ഇവിടെ ചില കാര്യത്തില്ല. അപ്പൊ ബാക്കിയുള്ള കാര്യത്തില്ല. ലൈറ്റ് നമ്മുടെ എക്സ്ട്രാ ലൈറ്റ് ഉള്ളതൊക്കെ അവിടെ ഒരു അത് തല മറിച്ചിട്ടൊക്കെ വെച്ചേക്കണം. തല ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ച് ബിഹൈൻഡ് ദ സെയിൻ ആരെങ്കിലും ഉണ്ടായിരുന്നു കാണിച്ചത്. ഇത് കഴിയട്ടെ. ഫുഡ് കഴിയാൻ തന്നെ 1.5 മണിക്കൂർ എക്സാക്ട്ലി പറയുന്നത്. ഇതില് ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്ന് പോകും. ഞാൻ അപ്പുറത്ത് പോയിട്ട് വെള്ളം തിന്നാണോ ഒന്നിച്ച് നമുക്ക് കഴിക്കാൻ തിന്നാനല്ല, തിന്നാനുള്ള സാധനങ്ങൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞപ്പോ വേറെ ആൾക്കാര് പോണ സൗണ്ട്. ഇവിടെ U1 U2 U3 അങ്ങനെ നമ്മള് 4 ദിവസം കഴിയുമ്പോ U3 പോകും. ഗ്രൗണ്ടാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും. അത് കഴിഞ്ഞ് 3rd ഫ്ലോറിൽ പോകും. പെട്ടിയൊക്കെ ചുമണ്ട് വേണി പോകണം. ഇവിടെ ലിഫ്റ്റും ഇല്ല, സ്റ്റെപ്സ്. നമുക്ക് ഇത് തന്നെ കിട്ടിയത് ഭാഗ്യാണ് ആക്ച്വലി. ഒന്നുമില്ലായിരുന്നു. ബേബി എടുക്കുമ്പോ പാവം നമുക്ക് വേണ്ടി എപ്പോഴും നല്ല സെറ്റപ്പ് ഉണ്ടേ എടുക്കണം. നമ്മൾ കുറച്ച് വൈബിലിരുന്നോട്ട് ആശ്രയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കിട്ടിയത് തന്നെ അൽഹംദുലില്ലാ ആക്ച്വലി. കുഞ്ഞു വാവൊക്കെ എല്ലാം എടുത്തു കൊടുക്കൂ. നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെയല്ലേ ഉമ്മമാരെ വിളിക്കും. സുനു സെയിം നമ്മള് വിളിക്കൂ. അപ്പോ വേറെ എന്തൊക്കെയാണ് വിശേഷം ഗൈസ്? സോനു എന്തിനാണ് സോനു പിന്നെ തായ്ലാൻഡ് തന്നെ വന്നെ? വേറെ പ്ലേസ് ഒക്കെ പോയി കൂടെ നിങ്ങൾക്ക്? എന്തൊരു കമന്റ്സ് നിങ്ങൾ കാണുന്നത്? നമ്മള് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? സത്യം പറ. എന്തിനാ പറ. ഇവിടെ കുറച്ച് ഉണ്ടമ്പൂരി അച്ചപ്പും മേടിച്ചു കൊടുക്കാമെന്നോ തായ്ലാൻഡ് നാട്ടുകാർക്ക് അല്ലേ? അത് തന്നെ. അയ്യോ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ പോവുക. നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് കൂട്ടണ്ട. അല്ല, തായ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമല്ല. നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം. അത് പറഞ്ഞ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇത് കൊറേ സ്ഥലമുണ്ട് പോവാൻ. ഈ ഒരു ഐലൻഡ് വന്നില്ല. ഇപ്പൊ ക്രാബി, പിന്നെ ഫുക്കറ്റ്, പട്ടായ, ഫീഫി, പിന്നെ ബാങ്കോക്കിൽ തന്നെ ഉണ്ട് പല സ്ഥലം പോവാനായിട്ട്. പട്ടായയിലും പറഞ്ഞ സ്ഥലം. ലാസ്റ്റ് ബാങ്കോക്ക് വന്ന് നമ്മ എവിടേക്ക് പോയാ? നോ ജസ്റ്റ് ഒരു പ്ലാറ്റിനം 2 ദിവസം ഷോപ്പിങ്ങിന് തന്നെ പോയി. നമുക്ക് ഇതുപോലെ മറ്റേ ടെമ്പിൾസ്, ബുദ്ധിസ്റ്റ് പ്ലേസ്, ഇന്നലെ കുറെ ടെമ്പിൾ നല്ല ഭംഗിയുള്ള ടെമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. എന്നുവെച്ചാൽ നല്ല തിളക്കും, നല്ല ഭംഗിയാണ്, നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ പല സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. ഷോപ്പിംഗ് ആണ് നമ്മുടെ മെയിൻ സംഭവം. അടുത്ത വിളി എല്ലാം കൊടുത്തോ സോന? അവിടെ ഹാങ് ആക്കാൻ പറ്റും. അപ്പോ ഇറ്റ്സ് ലൈക്ക് ഒരു പ്രാവശ്യം ഒരു പ്ലേസ് പോയാൽ അവിടെ പോവാൻ പാടില്ല എന്ന്. there is no rules. Nobody has created such rules. നമുക്കിഷ്ടായി കമ്മിങ്. ഇനിയും വരുമായിരിക്കും ചിലപ്പോ. ദാറ്റ്സ് ഇറ്റ്. എന്തിനാ കൂടുതൽ ചിന്തിച്ചു കൂട്ടണേ? പിന്നെ കാലി പെട്ടിയൊക്കെ കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് കൂട്ടണ്ട. അത് എന്തിനു വേണമെങ്കിൽ ആയിക്കോട്ടെ. എല്ലാരും പറഞ്ഞു ബോധിപ്പിക്കണ കാര്യമില്ല. എന്തൊക്കെ മനുഷ്യരാണ് കാലിപ്പെട്ടി ഫിഷി ഒക്കെ ആയി കഴിഞ്ഞാ പിന്നെ എയർപോർട്ടിൽ അത് വിടൂല ഇങ്ങോട്ട്. അത്ര ബോധമില്ലാത്ത ആൾക്കാരാണോ? കോമൺ സെൻസ്. അല്ല, നല്ല വിവരമുള്ളവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്തോ നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ട് പിൻ പോയിന്റിൽ കുറ്റം പറയാൻ നിൽക്കൂലേ, അവരാണ് ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. പിന്നെ അധികം ട്രാവൽ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരും ആയിരിക്കാം. നമുക്കൊന്ന് ആദ്യം കുറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. നമ്മ ഇങ്ങനെ ട്രാവൽ ചെയ്താണ് ഓരോ കാര്യങ്ങൾ പഠിച്ചത്. ബഷി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താണ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ അതുപോലെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കാം. സൂട്ട്കേസ് കാല് കൊണ്ടുപോയിട്ട് എന്തൊക്കെ നമ്മ എത്ര ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം, എത്ര ചെക്ക് ചെയ്യണം. അവിടെ കുറെ ആൾക്കാരെ എന്തോ സെറ്റ് ആവാണ്ട് ഗോ ബാക്ക് ടു ഇന്ത്യ എന്നൊക്കെ പറയട്ടെ. ഇന്ന് എന്തോ അവരെന്തോ ഒരു വേറൊരു ആൾക്കാര് നമ്മ ഇന്ന് ഇമിഗ്രേഷൻ അവിടെ ഇറങ്ങിയിട്ട് അവരെന്തോ ബുക്കിംഗ് ചെയ്തിട്ടില്ല. അവരാദ്യമായിട്ട് വന്നേന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. ഇവിടെ എവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന് ബുക്ക് ചെയ്യണം. എല്ലാം നമുക്ക് കാണിക്കണം. എന്ത് പർപ്പസ് എല്ലാം നമുക്ക് കാണിക്കണം.
അല്ലാതെ വെറുതെ ബസ് കയറി വന്ന പോലെ അല്ല ഗൈസ്, മനസ്സിലാക്കണം നിങ്ങൾ. നമ്മ മൂന്നാർ പോണോലെ പോവാൻ നടക്കൂല. പണ്ട് മൂന്നാർ പോകുമ്പോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ മൂന്നാർ തന്നെയാണല്ലോ. ഇപ്പൊ തായ്ലൻഡ് വരുമ്പോ നമുക്ക് അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു മൂന്നാറും വയനാട്, ഒരു വൈബായിരുന്നു ആ ടൈം. അപ്പൊ അപ്പോഴും എല്ലാവരുടെ പരാതി ഇതായിരുന്നു, നിങ്ങൾക്ക് ഈ മൂന്നാറും വയനാടും മാത്രമേ ഉള്ളൂ, അത് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ പിന്നെയും പോണത്. പിന്നെ ചിലപ്പോ നമ്മൾ അല്ല അന്ന് നമുക്ക് മടുത്തോണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. എന്നുവെച്ചാൽ മടുത്ത് മൂന്നാറ് വയനാട് പോയി മടുത്തോണ്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോകാല്ലെന്നെ അങ്ങനെ പോയി. അങ്ങനെ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വയം തോന്നിയത്. നമുക്ക് അന്ന് ഇന്റർനാഷണൽ ട്രിപ്പ് പോയാൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് എവിടെ ചെയ്യാനാ നല്ലതെന്ന് അടിച്ചു നോക്കുമ്പോ സഫാരിയിലൊക്കെ ഫസ്റ്റ് വന്നത് തന്നെ ബാങ്കോക്ക്. സോ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ എല്ലാ പ്ലാനും അൺപ്ലാൻഡ് ആണ്. അതാണ് രസം. എല്ലാം അൺപ്ലാൻഡ് ആണ്, ഒന്നും പ്ലാൻ ആക്കിയല്ല. അപ്പൊ 2 ദിവസം പോലും നമ്മൾ എടുക്കൂല. ഇപ്പൊ എന്തെങ്കിലും വെറുതെ തമാശക്ക് പറയൂ, അപ്പൊ തന്നെ മലേഷ്യ ബുക്ക് ചെയ്യട്ടെ എന്ന് പറയും. മലേഷ്യ പോയത് അങ്ങനെയാണ്, പ്ലാൻ ഓഫ് സീസൺ ആണ് അതും. അതന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. ഇതും അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിരുന്നു. ഇൻഷാല്ലാ പഠിച്ചോൻ കഴിയാനാണെങ്കിൽ നമുക്ക് പഠിച്ചോണ്ട് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എപ്പോഴും നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളപ്പോ നമ്മ അതുപോലെ ജീവിക്കും, ഇല്ലാത്തപ്പോ കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു കാണിക്കാൻ താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ ലൈക്ക് ഇവർക്ക് എന്തിനു പ്രൂവ് ചെയ്യണം? ബിക്കോസ് നമ്മളെല്ലാം ഹോൾ ഫാമിലി ആയിട്ട് നമ്മള് ഹോൾ ഫാമിലി ആയിട്ട് എങ്ങോട്ട് ഇരിക്കുവാണ്, നമ്മള് ഹോൾ ഫാമിലി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അതിനുള്ളത് എൻജോയിങ് ലൈഫ് ഇത്രേ ഉള്ളൂ. നമ്മ എത്ര ഇപ്പൊ പറയും പഠിക്കുന്ന പോലെ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഫ്ലോപ്പാണ്. എന്ത് വായെടുത്തത് ശനിപ്പോ പല്ലിൽ ഈ ബ്രേസസ് ഇട്ടോണ്ടാണ് തുടങ്ങിയത്, അങ്ങനെയാവും. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം നമുക്ക്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്, പിള്ളേരെ എല്ലാവരും നമ്മ ഫസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കണത്. ഇങ്ങനെ കൂട്ടി വെക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ നമുക്ക് മനസ്സിലായി കൂട്ടി വെച്ച് നമ്മുടെ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ട് അവസാനം വയസ്സാകാലത്ത് നമ്മ പോവാന്ന് ചോദിക്കുമ്പോ നമ്മുടെ ശരീരം അനുവദിക്കൂല. നമുക്ക് ഹെൽത്തി ആയി മൈൻഡും നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ നന്നായിട്ട് പോവുക. ഇനി അതിന്റെ ഇടയിൽ മക്കളുടെ കാര്യങ്ങളും കുറെ നമ്മൾ സ്വപ്നം കാണുക, പിന്നെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുകൊണ്ട് സഹായിക്കുക. അങ്ങനെ ഒരു ലെവലിലാണ് നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വെരി സാറ്റിസ്ഫൈഡ് ഇൻ വാട്ട് വി ആർ ഡൂയിങ്. പക്ഷെ വേറെ ആൾക്കാർക്ക് ബോധിപ്പിക്കാൻ അതന്നെ കൊറേ പൊട്ട മൈൻഡ് സെറ്റ് കാണുമ്പോ ചിരിയാണ് വന്നത്. എന്താ വെച്ചാല് അത്ര സെക്യൂരിറ്റിയാണ് നമുക്ക്. ഇന്റർനാഷണൽ നമ്മുടെ കൊച്ചിനാല് ഇന്റർനാഷണൽ എയർപോർട്ടായാലും ഇവിടെ വന്നായാലും നമുക്ക് അത്ര ചെക്കും കാര്യങ്ങളും പേപ്പേഴ്സ് വർക്ക് അതേ പറഞ്ഞ നമുക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു. അങ്ങനത്തെ പോയാ നമ്മ പഠിക്കണം. ചിലപ്പോ അറിയാൻ പാടാത്തോണ്ടായിരിക്കാം അങ്ങനത്തെ. എന്താ വെച്ചാല് നിങ്ങൾ ഒരു പ്രാവശ്യം തായ്ലാൻഡ് പോയി നോക്കുക. അല്ല, നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു ബുദ്ധിമുട്ടുകളും എത്ര സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെയാണ് നമ്മ പോണത്, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ നമ്മ എന്താ പറയണം, നമ്മളിപ്പോ പിന്നെ എന്തെങ്കിലും എന്തോ കംപ്ലൈന്റ് ആർക്കും എന്തൊക്കെ കൊടുക്കാനൊക്കെ എന്തൊക്കെ അന്വേഷിക്കണമെന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെ കാല് പറ്റിയിട്ടൊക്കെ പോണുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ചെയ്യിപ്പിക്കും. അല്ല, ധൈര്യം കൊടുത്തോളാനേ പറയുള്ളൂ. എന്താ വെച്ചാൽ നമ്മ ലീഗലി ആയാലും എന്തായാലും നമ്മ ടാക്സ് കറക്റ്റ് ടൈമിൽ ബിസിനസ് ആയാലും എല്ലാം ലീഗലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. എന്താ വെച്ചാല് ബഷിക്ക് അങ്ങനെ കറക്റ്റ് പോണമെന്നാണ്. ഇപ്പൊ നമ്മളെ ഒരു ഡേറ്റ് വൈകിയാൽ പോലും ബഷി വിളിച്ച് പറയും എന്തുകൊണ്ടത് അടച്ചില്ല എന്നുള്ളത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പോകണം. അത് തന്നെ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് പോണോണ്ട് പഠിച്ചോണ്ട് അനുഗ്രഹത്താല് എല്ലാം നന്നായിട്ട് പോകണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. നോ ഇഷ്യൂസ്. അപ്പൊ നമുക്ക് ഒന്നുമില്ല, നമ്മ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിലപ്പോ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത മേലും തായ്ലാന്റ് പറഞ്ഞത് നല്ലത് തോന്നുന്നു. കുളിച്ച് വന്ന് സുന്ദരമായിട്ടുണ്ട്. അല്ല, നമുക്ക് ബാങ്കോക്കില് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് നിർത്തും. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. ഒന്നും കണ്ടിട്ടില്ല. അതന്നെ നമ്മ ഫേമസ് ടെമ്പിൾ എല്ലാം നമുക്ക് കണ്ടിട്ടേ ഇല്ല. പ്രശ്നം അതാണ്. പക്ഷെ നല്ല രസം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എവിടെ പോയാലും ഷോപ്പിംഗ് വീഡിയോസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ വൈബുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇങ്ങനെ നമ്മ ആഗ്രഹിക്കണ സാധനങ്ങള്, നമ്മ ആഗ്രഹിക്കണ കോസ്മെറ്റിക്കല്, ഡ്രസ്സ്, സിറ്റി ലൈഫ്, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും.
അപ്പൊ ഇനിയിപ്പൊ ബാങ്കോക്ക് ഈ പ്രാവശ്യം ഏകദേശം തീരും അല്ലെ കണ്ട്. ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ച് നോക്കുമ്പോ ഏകദേശം തീരും. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വരാനുണ്ടാവും. പിന്നെ ഉള്ള അല്ലറ ചില്ലറ സ്ഥലങ്ങളും കാണാനും. ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഐലൻഡ്സ് പോലത്തെ ഉണ്ട്. ഇപ്പൊ ക്രാബി പോലെ തന്നെ ഫിഫി ഐലൻഡ് പോലെ വേറെ ഐലൻഡുകളുണ്ട്. കുറച്ചുകൂടെ സിറ്റി വൈബാണ് അത് വേറെ. അത് നമ്മ ലക്ഷദ്വീപ്, മാലദ്വീപ്സ് അങ്ങനത്തെ. ഇപ്പൊ ലക്ഷദ്വീപിൽ പോണെങ്കിൽ ഞാനും സുനുവൊക്കെ ചെറുതായിരിക്കുമ്പോ എന്നുവെച്ചാൽ സുനു ഓർമ്മയുണ്ടോ ലക്ഷദ്വീപിൽ പോയത്? അപ്പൊ ഞങ്ങൊരു കല്യാണ ഫംഗ്ഷന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ ഒരു 3-4-5-6 ദിവസം പോയായിരുന്നു. 6 ദിവസം 7 ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അത് സുനു ചെറുതായിരുന്നപ്പോഴാ, ഞാൻ ബഷി സുനു. അപ്പൊ ഞങ്ങൾ 3 കൂടെ ഒക്കെ പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴില്ലേ മതിയായി. എന്താണ് ചുറ്റുകടല്. മോൾഡീവ്സും അങ്ങനെയാ പറയാ. അതെങ്ങനെ ചുറ്റുകടല്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഷോപ്സ് ഒന്നുമില്ല. അല്ല അവരുടെ നാട്ടിലുള്ള അല്ല ചെറിയ കടകള് കാര്യങ്ങള്. പക്ഷെ 2 ദിവസം നമുക്ക് അടിച്ചു വിളിക്കാം. പിന്നെ നമുക്ക് അതേ റിപ്പീറ്റ് അടിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. 2 ദിവസം ഓക്കെ. 3 ദിവസം വേറെ നമുക്ക് കുറെ കസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. അവരൊക്കെ വീട്ടിൽ നിന്ന് വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ആ ഒരു വൈബ് കിട്ടൂല. അതുപോലെ നിങ്ങളില്ലായിരുന്നു. അതേ ഞാൻ പറഞ്ഞ അല്ല ഷിപ്പിൽ പോണം നമ്മ. ഒരു ദിവസം 1 ദിവസം 1.5 ദിവസം 2 ദിവസം എന്നിട്ട് എടുത്ത് ഷിപ്പിൽ നല്ല അതും വേറെ രസമാണ്. ഈ നമ്മുടെ ഡാർക്ക് കളറ് കടലിന്ന് പച്ച നീല കളറ് കടലാണ്. 2 പാർട്ടീഷൻ നടുക്കടൽ എവിടെ എത്തുമ്പോ അങ്ങനെ ആവും. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അത് വേറൊരു വൈബുമായിരുന്നു. അപ്പൊ ഈ ആമയില്ലേ ചിറകുള്ളാമ, കയ്യല്ല അതിന് ചിറകായിരിക്കും. ആ ആമേനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സ്നോർക്കലിംഗ് ഞാൻ ഇറങ്ങില്ല. ബസ്സിലൂടെ ജസ്റ്റ് ഇറക്കിയായിരുന്നു. സുനു ചെറുതായിരുന്നല്ലോ. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ളവരെന്നെ സുനുവിനെ ജസ്റ്റ് ഇറക്കി. ഞാൻ ഇറങ്ങിയില്ല. എന്തോ ഡ്രസ്സും അങ്ങനെ പ്രിപ്പയർഡ് ആയി പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയില്ല. ഇനിയിപ്പോ ഇൻഷാല്ലാ നമുക്ക് ഒരു പ്രാവശ്യം പോണം. ഇപ്പൊന്ന് പറഞ്ഞാല് ഭയങ്കര ഡെവലപ്പായി ടൂറിസം. അവിടെയൊക്കെ ലക്ഷദ്വീപ് ഓരോ ദ്വീപുകളിൽ ഭയങ്കര ഡെവലപ്പായിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് സുനു ചെറുതായിരിക്കുമ്പോ അതുപോലത്തെ സംഭവമാണ് ഈ ബാങ്കോക്കിന്റെ കാര്യം. അതന്നെ കഥ പറയാനുള്ള കാരണം കാര്യം പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്ത് പറ ഓരോ സ്ഥലത്ത് നമുക്കൊരു ഇപ്പൊ 3 വയനാട് ഞങ്ങൾക്ക് തന്നെ മടുത്തില്ലേ, അതുപോലെ മടുക്കണ ഓരോ കൺട്രി അതുപോലെ മടുക്കണ ടൈമുണ്ട്. അതുപോലെ തന്നെ കാണാനും ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ യൂറോപ്പ് അങ്ങോട്ട് പോകണമെങ്കിൽ തീരൂല, അത്ര വിശാലമായിട്ട് കിടക്കലാണ്. അതുപോലെ തന്നെ ഇതും നമ്മള് ടേബിളൊക്കെ സുനുമോൾ നല്ല ക്ലീൻ ആക്കിട്ട് പോയതല്ലേ ആണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ അവിടെ വെച്ചിട്ട് സുനു ക്ലിയർ ആക്കിയത് ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ വെച്ചേച്ചാണ്. ഇപ്പൊ ബിരിയാണി 2 ഉണ്ടായിരുന്നു പാക്കറ്റ്. അപ്പൊ ഒന്ന് ചൂടാക്കി ഇപ്പൊ കഴിക്കാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ് ബിരിയാണി. മാംഗോ സ്റ്റിക്കി റൈസ്. ഓ ലൈറ്റ് വന്നു. ഇതാണ് ഞങ്ങൾ നേരത്തെ സെറ്റാക്കിയ ലൈറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ സെറ്റാക്കിയത് അവിടെ അങ്ങനെ തന്നെ തൂക്കിയിട്ട് അപ്പത്തേക്ക് ഇത് കാണിക്കട്ടെ. മാംഗോ സ്റ്റിക്കി റൈസ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇട്ടത് ഇങ്ങനെ ഇവിടെ ഈ ഫ്രെയിമില് ഇവിടെ ഞാനിങ്ങനെ ഞാൻ സൂക്ഷിച്ചിട്ടത്. ഇങ്ങനെയാണ് ലൈറ്റ് സെറ്റാക്കി ഇട്ടത്. അതെ, ഒട്ടും ലൈറ്റ് ഇല്ലാത്തപ്പോ ആവശ്യത്തിന് ലൈറ്റ് വരുവായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ലൈറ്റ് സെറ്റാക്കി വെച്ചത്. യെസ്. അപ്പൊ ഈ ബിരിയാണി നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാം. ഒരെണ്ണം ബഷിക്ക് നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാം. ഓക്കെ, സൈഗു കഴിക്കാൻ തുടങ്ങി ബിരിയാണി. അത് കഴിഞ്ഞിട്ട് സൈഗു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കും. സോനു ഈ ബിരിയാണി നീ മറ്റും കൂടെ കഴിക്കും. ഇനിയുണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അത് കഴിക്കാം. ഇതിൽ നിന്ന് 2 സ്പൂൺ, ഞാനൊരു സ്പൂൺ ഇങ്ങനെ എടുക്കും. എനിക്ക് സവാള ഇഷ്ടമാണ്. സവാളയും റൈസും കൂടി തിന്നാൻ നല്ല ടേസ്റ്റ്. അത് കഴിയാനോ
ഇന്ത്യനല്ലേ? ഇന്ത്യനല്ലേ ഇത് റെസ്റ്റോറൻറ്റ്? നോർത്ത് ഇന്ത്യൻ ടച്ച് ബിരിയാണി സൈവിന് ഭയങ്കര ഇഷ്ടമായി. ഉച്ചക്ക് ഫുള്ള് കഴിച്ചായിരുന്നു. ഇത് പിന്നെ ഓർഡർ ചെയ്തതാണ്. നമ്മുടെ സ്റ്റൈൽ ബിരിയാണിയാണ് ഇഷ്ടം എനിക്ക്. കഴിച്ചല്ലേ? കഴിച്ചില്ല? ഞാൻ ഹാഫിന്റെ ഹാഫാ കഴിച്ച്, 2 കഴിച്ചോളൂ. ഞാൻ പിന്നെ എഗ് ഫ്രൈഡ് റൈസ് അല്ലേ പറഞ്ഞ, അത് വേറൊരു ഇതായിരുന്നു. എഗ് ഫ്രൈഡ് റൈസ് കഴിച്ചാ? ഇല്ലല്ലോ, നിങ്ങൾ ഉറങ്ങണായിരുന്നു ആ ടൈമിൽ. അത് ചെറിയൊരു ബൗളായിരുന്നേ. അപ്പൊ പക്ഷെ അത്രയും മതിയാന്ന് പറഞ്ഞിട്ട് എന്നോട് വേണമെന്ന് വെച്ചത് പിന്നെ ഓർഡർ ചെയ്തത്. പക്ഷെ അത് ഒരാൾക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മാംഗോ ഒന്നുകൂടെ ഇരുന്നിട്ട് ആ പടി പോയി. പിന്നെ 2 ഓർഡർ ചെയ്തത്. ഇവിടെ മറ്റേ നമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്യണ പോലെയാണ് ഇവിടുത്തെ. ഏതായിരുന്നത്? ലൈനാ? ഗ്രാബിലുള്ള ലൈനല്ലേ? ഗ്രാബിലാണ് ഓർഡർ ചെയ്താ. എന്തേലും ഓർഡർ ചെയ്ത കഴിക്കുള്ളൂ സുനു. പതുക്കെ ടി വി ഉണ്ട്, പക്ഷെ ഇവിടെ എന്തോ പക്ഷെ ഓണാക്കി. അതിന്റെ തായ്ലാന്റ് ഭാഷയിൽ എന്തോ പറയണ്ടായിരുന്നു, പക്ഷെ മനസ്സിലാവും. ഞാൻ ഓണാക്കി നോക്കി, എനിക്കറിയാം നോ സിഗ്നലാണ്. കാരണം എന്റെ സ്കൂളിൽ സ്മാർട്ട് ടിവിയിൽ നോ സിഗ്നൽ ഉണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷിലല്ലേ ഇത് കാണിക്കണത്. ഇതിലിങ്ങനെ തായ് ഭാഷയിൽ ഓടിക്കളിക്കണുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം സിഗ്നൽ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് തന്നെ ആയിരിക്കും. സ്ക്രീനിൽ ഓടിക്കളിക്കണുണ്ടായിരുന്നു. അപ്പൊ നോക്ക് കഴിക്കല്ല കാണിക്കൽ. നമ്മളിപ്പം ആ സ്ട്രീറ്റ് പോയില്ലേ, റംബോത്രിയ അങ്ങനത്തെ എന്തോ സ്ട്രീറ്റ് ബ്ലോഗാണ്, ഞാൻ കറക്റ്റ് മനസ്സിലാവും. അവിടെ നിന്ന് ഒരു ഗ്രാബ് പിടിച്ച് നമ്മൾ കാറിൽ വന്ന് നല്ലോണം പറ്റിച്ചു. നമ്മള് റൗണ്ട് അടിച്ച് അവിടെ വഴിതെറ്റി അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ മാറിപ്പോയി. 300 എന്തോ കൊടുക്കുന്ന സ്ഥലത്ത് 700 കൊടുത്ത്. എനിക്ക് ദേഷ്യം വന്നായിരുന്നു. അവന്റെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, അവൻ ആദ്യം തന്നെ പൈസ അടിപ്പിച്ച് കയറിയപ്പോ തന്നെ ഭയങ്കര ചീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എല്ലാ നാട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരാൾക്കാര്. എന്നിട്ട് അവന്റെ ഒരു ചിരിയും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുമ്പോ സോണ പറയണ്ടായിരുന്നു, അവന്റെ ചിരി ശരിയല്ല. എന്തേലും പറഞ്ഞിട്ട് ഭയങ്കര കള്ള ചിരി, കണ്ണിന് ചിരി. എല്ലാ നാട്ടിലും ഉണ്ട് അതുപോലത്തെ ആൾക്കാര്. പറ്റിക്കല്, അങ്ങനെ ചതി കാണിക്കല്, ആ ടൈപ്പ് തന്നെ. പക്ഷെ നമ്മുടെ മറ്റേ കരിക്കൊക്കെ കുടിച്ചത് നമ്മുടെ സ്ഥലത്ത് അവര് ഭയങ്കര സ്നേഹമായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് ബിസിനസ് ആണെങ്കിൽ പോലും നല്ലൊരു പെരുമാറ്റം. അവർ ബിസിനസിന് വേണ്ടി തന്നെ അങ്ങനെ ചെയ്തോട്ടെ, പക്ഷെ നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല. നമുക്കൊരു ഹാപ്പി അതല്ലേ, നമ്മൊരു സ്വന്തം ആൾക്കാരുടെ പോലെ കണ്ട്. പല ആൾക്കാരുണ്ടാവല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളെ പറ്റിച്ചൊക്കെ അത് അതിനുള്ളത് ആരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് അത് വേറെ വഴി പോകുന്നത്. അങ്ങനെയാണ്. നമ്മ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമുക്കുള്ളത് നമ്മൾ ചെയ്യുക, മറ്റുള്ള പിടിക്കാതെ നമുക്ക് കിട്ടണ വെച്ച് നമ്മൾ ജീവിക്കുക, അത്ര തന്നെ. അതന്നെ എനിക്ക് അങ്ങനെയാണ്. ഞാൻ മൈൻഡൊക്കെ ഫ്രഷ്. എനിക്കില്ലേ ആ ബിരിയാണിന്റെ ഒരു ബോക്സ് എനിക്ക് കൊതിയാവുണ്ട് കേട്ടോ കഴിക്കാം. നമുക്ക് ബേബിക്ക് പതുക്കെ കോലൊക്കെ വേണോ? ഒരു ഓർഡർ ചെയ്തോന്ന് പറയണം, ഒന്നും കൂടി ഓർഡർ ചെയ്തോ എന്നിട്ട് വരും. ഫോൺ തന്നെ നല്ല ടേസ്റ്റ് പോലെ ഇപ്പൊ കഴിക്കാം അല്ലേ? നല്ലുണ്ട്. ഹലോ ഡാഡാ, ബിരിയാണി ഫുള്ള് കഴിക്കട്ടെ? ഡാഡന് വേണ്ടേ? എനിക്ക് വേണ്ട. എന്നാ ഓക്കെ. നമ്മള് ഉച്ചക്ക് കഴിച്ച് പോയല്ലോ, പക്ഷെ ഒന്നുകൂടെ ഞാൻ കഴിക്കണായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പൊ, ഈവനിങ് ആയില്ല പോകുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, പോയിട്ട് കഴിക്കാം നമുക്കത്. ഇപ്പൊ നമ്മൾ കഴിച്ചോട്ടെ. നേരത്തെ ഞാൻ അത്ര ഓർഡർ ആക്കിയപ്പോ എന്തിനാ ഇത്ര ഓർഡർ ആക്കിയ, 3 മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അപ്പൊ അതുകൂടെ ഞാൻ ചൂടാക്കട്ടെ. ഞാൻ കാണിച്ചു ഞാനത് തരാം.
ഇങ്ങനെ അങ്ങനെയല്ല. പാലൊക്കെ ഉണ്ടല്ലോ അത് കട്ടല്ലേ സുനു കാണുന്നത്? തുറന്ന് ഞാനിതാ തുറന്ന് മനസ്സിന് കാണണോ? വേണ്ട സൈഡിലൊക്കെ ഉണ്ടോ ഇതിപ്പോ ഇടണം അല്ലെങ്കിൽ എത്ര വേണ്ടത് അത്ര ഇടുക. അധികം വേണ്ടെങ്കിൽ അധികം ഇടണം. ആ മൂന്നാല് ആ ചിലതില്ല. മലേഷ്യയിൽ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചോ? തുപ്പിയ ചിക്കൻ തന്നെ നോണി ഇവിടെ എനിക്ക് രണ്ട് പണി തരണേ ചെറുക്ക. ഉദ്രസിറ്റാണ്. ആ മൊത്തായി മാറ്റട്ടെ. ഇതിന്റെ ഇടയില് എബു തുപ്പിയോണ്ട് ആ വഴി ഓടിയതാണ്. ഇനി പാലാണ് മക്കളെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതെല്ലാം കട്ടിപ്പാലോ. അത് മാംഗോ ജസ്റ്റ് സൈഡിൽ വെച്ച് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇനി പുറത്തോട്ട് വരും. അത് ഒരുമിച്ച് തന്നെയല്ലേ റൈസും മാംഗോയും കൂടി? അതെ. ഒന്ന് മാറ്റി വെച്ചാൽ സ്ഥലം വേണ്ടോ എടുക്കാൻ? ഞാൻ കഴിക്കാൻ പോകണേ. നമ്മ ഫസ്റ്റ് തായ്ലാൻഡിൽ കഴിച്ച പോലെ തായ്ലാൻഡിൽ പിന്നെ മെയിനായിട്ട് വേണ്ട സാധനോട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ ഞാനെന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൈഗുന്റെ മെയിൻ ലിസ്റ്റ് തായ്ലാൻഡ് ലിസ്റ്റിലുള്ള സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് നമ്മുടെ കൊച്ചിയിലും ഉണ്ട്, പല സ്ഥലത്ത് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ തായ്ലാൻഡിൽ പോയി കഴിച്ചാൽ ടേസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ അല്ലേ പറഞ്ഞില്ലേ സുനു? ഒരു പ്രാവശ്യം പോണം നമുക്ക് അവിടെ. മലേഷ്യയിൽ എനിക്ക് ഇഷ്ടമായില്ല. ആ ഒരു ഫ്ലേവർ ആ ഒരു ടെക്സ്ചർ ഒക്കെ വേറെ ഇവർക്ക് ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ പറഞ്ഞു ബാങ്കോക്ക് ആ ടേസ്റ്റ് ആയില്ല. എനിക്ക് പക്ഷെ ഇഷ്ടമായിരുന്നു. കറക്റ്റൊന്നുമല്ല, പക്ഷെ ആ ഒരു ഫ്ലേവർ അഡ്ജസ്റ്റ് ആക്കാം. പക്ഷെ തായ്ലൻഡ് ഫസ്റ്റ് നമ്മൾ കഴിച്ച ആ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര. റൈസിലൊക്കെ ആ ഒരു ഫ്ലേവറും ആ ഒരു കോക്കനട്ട് ഓയിലിന്റെ ഫ്ലേവറാണ് ഫസ്റ്റ് കഴിച്ചെന്ന് പറയുമ്പോ ഡാഡ കൊണ്ടുവന്നതാണ് എയർപോർട്ടിൽ നിന്ന്. അതാണോ? അല്ല നമ്മൾ പേഴ്സണലി ഫസ്റ്റ് കഴിച്ചില്ലേ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇതുപോലെ ഫസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് ആ വന്നതിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഫ്രഷ് ഫീൽ ഉണ്ടാവൂല, ചീത്തായതല്ല, ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവൂല. ഇത് നമ്മൾ ഡയറക്റ്റ് വന്ന് കഴിച്ചപ്പോ അതിലൊരു സംഭവം മനസ്സിലായത്. അപ്പൊ നമ്മുടെ കൊച്ചിയിലുള്ളതും പോലും നമുക്ക് ഇതുപോലെ പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ട് ഇത് തന്നെയാണെന്ന് പറയാം ആ ടൈമിൽ ടേസ്റ്റ് ചെയ്യുമ്പോ. സുനുവിന് ലൈറ്റിംഗ് മാൻ ആയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. എബുറാണെങ്കിൽ ചാടി തിമർത്ത് കളിച്ചോണ്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ചാടുന്നത്. അതന്നെ. എങ്ങനെയുണ്ട് സുനു? ആദ്യത്തെ ഒരു ടേസ്റ്റ് ഫ്ലേവർ സെയിം മലേഷ്യയിലെ പോലെയാണോ? എനിക്ക് അങ്ങനെ നിങ്ങള് മലേഷ്യയിലത്തെ നല്ല ഡിഫറൻസ് മനസ്സിലായി. കാരണം എനിക്ക് രണ്ടും നല്ലതായിട്ട് തോന്നിയേ. എന്നിട്ടാണ് മലേഷ്യയിലെ ഓർമ്മ ഉണ്ടാവുക. ചീത്തയത് മണത്ത് മനസ്സിലാവും ചില സമയത്ത്, പക്ഷെ ചില സമയത്ത് കൺഫ്യൂസ് ആവും. ചീത്തതാണോ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ? ശൈലി ഇരിക്കുന്നത് കേട്ടിട്ട്. ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് ഡെസേർട്ടിലേക്ക് കിടക്കാറ്. ഡെസേർട്ട് മീൻസ് ചൂടായി. ഇതിട്ട് കേട്ടെ ക്രിഞ്ച്. സുനിൽ ക്രിഞ്ച് വേണ്ട മതി, കേക്കല, എനിക്ക് കേക്കാൻ പറ്റണില്ലത്. ഓക്കെ, അപ്പൊ എബുവിന്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങൾ ബിരിയാണി അടിക്കണം. ബിരിയാണി അതിന് ശേഷം എന്തുട്ടാണ് മാംഗോ ചിക്കൻ റൈസ് അല്ലേ? ചൂടായാ നന്നായി. അപ്പൊ സോന കഴിക്കൂല, എനിക്ക് പെട്ടെന്ന് കഴിക്കും. ഒരു 2 ചിക്കൻ എല്ലാത്തിലും ഉണ്ട്. കാലി 2 കാലി. അവർക്ക് കാലാണ് മേടിക്കണേന്ന് തോന്നുന്നു ചിക്കൻ ബിരിയാണിക്ക്. കാല് ബിരിയാണിക്കും ബാക്കിയുള്ള പീസും ഒക്കെ വേറെ ആയിരിക്കും. കറി അങ്ങനെ ഒക്കെ. ഉച്ചക്ക് എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടോ.
സ്പൂൺ കൊടുക്കുന്ന സ്പൂൺ. സ്പൂൺ. അപ്പൊ നാളെ പ്ലാനിങ്, നാളത്തെ ഷോപ്പിംഗ് സോണുണ്ട്. നാളെ എനിക്ക് ഞാൻ ഓണാണ്. ഷോപ്പിംഗ് ഹാവിങ് ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻ. നമ്മളെ കയ്യിൽ പൈസ എല്ലാം കൊണ്ടിട്ട് ഡാഡർതാകുമ്പോൾ നമ്മൾ ചവറ് പോലെ മേടിക്കും. എനിക്ക് ഉറപ്പാണ് ഞാൻ ചിലപ്പോ പിശുക്കും, അല്ലെങ്കിൽ ഞാൻ പയ്യെ കാൽക്കുലേറ്റ് ചെയ്ത് മേടിക്കും. പക്ഷെ നാളെ പോണ സ്ഥലത്ത് നമ്മൾ വീണ്ടും പോണില്ല, അപ്പൊ നമുക്ക് മേടിക്കണം. ഓക്കെ. ഇതെനിക്കും കൺഫ്യൂഷൻ വരും. മേടിക്കണം, പൈസ തീർന്നു പോവോ? ശരി. അങ്ങനെ മേടിക്കണ്ട കൂട്ടികൾ പറയണ്ട, ഞാനുണ്ട്. നമ്മള് 3 ദിവസം അങ്ങോട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് രണ്ടിടത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞത് ഫിക്സ് ആക്കും, നോ ഡൗട്ട്. അതില് ബേബി പറഞ്ഞതിനേക്കാളും ഞാൻ പറഞ്ഞതുള്ള ഫിക്സ് ആക്കും. പക്ഷെ ചില സമയത്തൊക്കെ അങ്ങോട്ട് എടുക്കട്ടെ, പിന്നെ തീരുമാനം സമ്മതിക്കൂല. അതന്നെ ഇങ്ങനെ പറഞ്ഞെടുക്കാം, അടുത്ത് കൊള്ളാടിന്ന് പറയും. എന്ന് പറയുമ്പോ നമ്മള് വേണ്ട പിന്നെ കാണാം. വേണ്ട, വേറെ ഇട്, നമ്മള് താൻ പറഞ്ഞിട്ടല്ലോ എടുത്തേന്ന് പറയും. ശരിയാ, ഇതാ സമ്മതിക്കൂല. എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ പറയണേ, വേണ്ട വേണ്ട, എന്താ ബേബി ഇത് ഇങ്ങനെ വേണ്ട, അല്ല കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടൊന്നും എടുത്തോ ഞാൻ പറയും, ഉള്ള പറയും. അതാണ് നമ്മുടെ ഇത്. അപ്പൊ നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ്, ഇനി ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്നും നമ്മൾ കഴിക്കണം. പിള്ളേരെ തന്നെ കഴിച്ചല്ല, സെയിം ആണെന്ന് തന്നെ. ഞാൻ വേണമെങ്കിൽ കഴിക്കട്ടെ. ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ടുള്ള പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഈ വീട്ടിലെ പണി ഓരോ ക്ലിപ്പിംഗ് അങ്ങനെ അതിന്റെ പാക്കല് കാണിച്ചു തരാം. എന്താ വെച്ചാല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിലെ പണികൾ എന്തില്ലെങ്കിൽ നമ്മളിപ്പോ ഇത് വീടായി 2 ദിവസം കഴിയുമ്പോ വീട്ടിൽ പോവാന്ന് സൈഡിൽ തന്നെ പറഞ്ഞു വീട്ടിൽ പോവാം. ഞാൻ എവിടെയോ അങ്ങനെയല്ലേ ഞാൻ എല്ലായിടത്തും ഞാൻ എന്തെങ്കിലും പറയും. അപ്പൊ പക്ഷെ വീട്ടില ഞാൻ പറഞ്ഞു, വീട്ടിലല്ലേ നമ്മളുടെ റൂം മീൻസ് ഒരു വീട് ഫീലല്ലേ. നമ്മ എവിടെയാണോ അതാണ് വീടെന്ന് പറയുന്നത്. വീടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരുമിച്ചുള്ള സ്ഥലം, അത് വീട്. അതെവിടെയാ എനിക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ ഞാൻ ഉണ്ടാവുന്നത് പറയണ, ഞാനിവിടെ ഉണ്ടാവുന്ന പറയണേ, ഞാൻ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളെ ഒരാൾ കുറവ് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം പക്ഷെ ഒരു സുഖം ഉണ്ടാവൂല. അത് അങ്ങനെ ശീലിച്ചു പോയല്ലോ, പ്രത്യേകിച്ച് ഞാനില്ലെങ്കിൽ. എല്ലാ കാര്യത്തിനും ഞാൻ ചോദിക്കും, അതുപോലെ തന്നെ അടുത്തതാണെങ്കിൽ ഉമ്മിയ മമ്മിയ മമ്മയെ എല്ലാം വിളിക്കും. കൺഫ്യൂസ് ആവും. എവിടൊക്കെ എന്നെ വന്ന് മഷ്മിയാന്ന് പറഞ്ഞ കൂടെയൊക്കെ ഇടിപിടിച്ചാൽ ഞാൻ അവന്റെ മുഖത്ത് നോക്കുമ്പോ ഞാൻ പറഞ്ഞിട്ട് പോകും. ഇതെന്ത് തള്ളയല്ല. മഷുവിന്റെ വളരെ ഹൈടെക് ആയതുകൊണ്ട് അവന് കൺഫ്യൂഷൻ വരും. പിന്നെ അതുപോലെ തന്നെ മഷുവിന്റെ എല്ലാം ഇട്ട് ടോപ്പ് ഇട്ടുമ്പോ ഞങ്ങൾ അങ്ങോട്ട് ഞാനിട്ട് ചൂടെടുത്ത് വയ്യായിരുന്നേ. അപ്പൊ സോനു അല്ല ചേഞ്ച് ആക്കിയിട്ട് നൈറ്റ് ഇട്ട് കിടക്കണായിരുന്നു റെസ്റ്റ് എടുക്കും. ഞാൻ നേരത്തെ എണീച്ചെപ്പോഴും ചൂടെടുത്ത് ഞാൻ ഉദ്ദേശിച്ച് കൂടിയിട്ട് സോനുടെ ഹാങ് ചെയ്തിരിക്കുന്ന ന്യൂ ഡ്രസ് എടുത്തിടാൻ എനിക്ക് താല്പര്യമില്ല. നാളെ മുതൽ ഇതാണ് ഫ്രഷ് ആയിട്ട് ഇടാനോ. സോനുന്റെ അവിടെ ഇത് കിടപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് ഇട്ട് ആ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് കൺഫ്യൂഷൻ ആയിട്ട് പിന്നെ ഞാൻ അത് ഇട്ടപ്പോഴത്തേക്ക് എന്റെ പുറകെ തന്നെ ഞാൻ കൺഫ്യൂഷൻ വന്നെ. ഇന്നത്തെ കാര്യമൊക്കെ അതാണ്. സോ ഇനി എന്തെങ്കിലും വെല്ലറ്റിനോ ആ ലെഗ് പീസ് ഞാൻ കഴിച്ചോട്ടെ. ഗൈസ് അങ്ങനെ വയറിനടച്ച് ഫുഡൊക്കെ കഴിച്ചു എല്ലാരും, അടിപൊളി. എല്ലാവർക്കും വിശപ്പൊക്കെ മാറി. ഇനി നമ്മൾ വേസ്റ്റ് ഒക്കെ കളയാൻ പോകണം. ഓൾറെഡി നമ്മൾ 7-11 അല്ലെ 7-11 സ്റ്റോറിൽ നിന്ന് വാട്ടറൊക്കെ ഇപ്പൊ അല്ലേ ഇപ്പൊ. ഓ 1 സെക്കൻഡ് ഇപ്പൊ നമുക്ക് സപ്പോർട്ട് അപ്പൊ ഇത് ഇവിടെ പുറത്ത് നമ്മുടെ റൂമിയുടെ പുറത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഒന്നും കളയാനില്ലല്ലോ. അതെന്താ അപ്പൊ കറക്റ്റായി ഇതിന്റെ ഉള്ളിലോട്ടാണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇപ്പൊ പോകും ഗൈസ്. ഒരു എപ്പോ അവിടെ ഉണ്ടല്ലേ സുനു? നമ്മൾ ഇത് കളഞ്ഞിട്ട് വരാം കേട്ടാ. രാത്രിയല്ലേ? കഴിച്ചോ നിങ്ങൾ, കഴിച്ചോ.
പിള്ളേരെ കൊണ്ടുപോകാൻ ഇത് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേന് ഇവിടെ തന്നെ ഇത് ഓപ്പൺ എവിടെ? അത് വന്നിട്ടിടാണോ ഇത് പെട്ടെന്ന് വെച്ചിട്ട് ഡോർ തുറന്നിട്ട് നിങ്ങളുടെ നീ എപ്പോഴേ ഉള്ളിലാക്കിട്ട് ഞാൻ ഡോർ അടിച്ചോ ആ ഡോറിലെ ഇവർ പുറത്തു വരും ഞാൻ അവിടെ തുറന്നിട്ടിട്ട് പോവാം ഗോ ഗോ ഗായ്സ് അപ്പോ സെറ്റായി സോറി ഇട്ടിട്ടുണ്ട് എവിടെയൊന്ന് കാണിച്ചു തരാം നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകാം അത് മേലെ കെട്ടിയാ വേസ്റ്റിന്റെ ഇല്ല മേലെ കെട്ടിയപ്പോ ഇതാ ഹായ് എവിടെ നോക്കണം ആ തുറക്കണം വാ പെട്ടെന്ന് വാ ഓ ഇരുട്ടുമായ ഞാൻ ലൈറ്റ് എടുക്കട്ടെ ലൈറ്റ് എടുക്കട്ടെ സത്തോ ഇല്ലെന്നോ ഉമ്മീ ഉമ്മീന്ന് വിളിക്കണ്ട കേട്ടാ ഈ ലൈറ്റ് പിടിക്കുമ്പോ ഒരു പ്രത്യേക സുഖമുണ്ട് ചോറ് കാണിച്ചു തരാം ട്രാഷ് എവിടെ പോകണം ഇവിടെ ഇപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇവിടെയാണ് ഈ ജംഗ്ഷനിൽ കൊണ്ട് വെക്കാൻ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല ഗൈസ് പറഞ്ഞു തരാൻ വേണ്ടി എല്ലാം സെറ്റപ്പാണ് റിസപ്ഷൻ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല അല്ല അത് ഇതിനെക്കണം അല്ല ഇതാരാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തത് ചെയ്തായിരുന്നു അത് യൂസ് അത് ചെയ്തിട്ടുണ്ട് ഡോൺ യൂസ് ആ സീറ്റ് അവിടെ വേസ്റ്റ് എടുത്തോളും ആ നമ്മളിവിടെ പിന്നെ ലൈറ്റ് ഇട്ട് നടന്നാൽ മനസ്സിലാവില്ല ഗൗഡാണെന്ന് വിചാരിച്ചോളൂ ഇത് നമ്മുടെ കേരളത്തെ ഫാഷനാ Yes. And we're going back, guys. ഇവിടെ ഫുൾ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല സൗണ്ട് വൈബ് ഉണ്ട് ഇവിടെ സൂപ്പർ ബൈക്ക് സൂപ്പർ കാർസ് ഇവിടെ ടാക്സ് ഒന്നും ഇല്ലെന്ന് പറയാം എല്ലാരും തന്നെ ഓടിയാണ് അതന്നെ സൂപ്പർ ബൈക്ക് ലൈറ്റ് പ്രയത്നപ്പോൾ നടന്ന് അങ്ങോട്ട് പോകണ്ട നമുക്ക് ഇവിടെ അല്ലേ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് തന്നെ വരാ ചെക്ക് ഇൻ ചെയ്യാ യെസ് ഓക്കെ ഗുഡ് ഇതെല്ലാം ചെയ്യാനുണ്ടോ ഇതിങ്ങനെ നിർണയിച്ചത് ലെറ്റ്സ് ഗോ സോനുനെ അവിടെ വിട്ട് ഞാൻ പോണു ഗൈസ് യെസ് വി ആർ ബാക്ക് എബു ഓ എന്ത് തുറക്കല്ലേ കിടക്കായി പേടിച്ചു പോയി ഞാൻ അങ്ങനെ മേടിച്ചു തുറക്കല്ലേ കൈ 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 ഉമ്മി തുറക്കാം ഉള്ളു പൊച്ചോന ഉള്ളു പൊച്ചോന ഉള്ളു പൊച്ചോന ഉള്ളു പൊച്ചോന ഉള്ളു പൊച്ചോന മമ്മി മമ്മിയല്ല മഷുമി ഈ ഡ്രസ് നോക്കി പുതിയാണ് മലേഷ്യന്ന് മേടിച്ചു മമ്മിയല്ല മമ്മിക്ക് ഒക്കെ വന്നിട്ടുണ്ടോ മമ്മിക്ക് ഗായ്സ് അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോകുന്നു ആ എപ്പോഴും ഉറക്കം കം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വീഡിയോ വാ വൈൻഡ് അപ്പ് ആക്കാം സുനു പിന്നെ വാ കം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ഫ്ലോർ ചാടല്ലേ ഉറങ്ങിക്കോ എല്ലാരും ഉറങ്ങിക്കോ ചാടി കളിക്കല്ലേ അല്ലാഹ് അയ്യോ അവൻ ചാടും കുഞ്ഞി വേണ്ട കുഞ്ഞി ആ ഓക്കെ പയ്യ എന്ത് കാണിക്കണം അതേത് കാണിച്ചോളൂ കേട്ടോ നോ വീഴും നോ വീഴും വേണ്ട സിറ്റ് സൈഡ് സിറ്റ് ആ പയ്യ സിറ്റ് സിറ്റ് പയ്യ സിറ്റ് ഫോട്ടോ ഇട്ടോ ഫുഡ് കഴിച്ചിട്ട് ഓർമ്മൂല തോന്നുന്നു കേട്ടാ കണ്ടില്ലേ അടിച്ചുകൊള്ളോട്ടെ ഇപ്പോ കുഞ്ഞി വേണ്ട കുഞ്ഞി വാ കുഞ്ഞി വേണ്ടമ്മ
ഇത് ജോയിന്റ് അല്ല ബെഡ്, അപ്പുറം ഇപ്പുറം ബെഡ് ഉണ്ട്, അതാണ് എല്ലാവർക്കും സെപ്പറേറ്റ് മതി മതി ബെഡ്. മതി മതി മതി. സുനു വണ്ണുണ്ടാ വാ ഗൈസ്. അപ്പോ ഇന്ന് തായ്ലാൻഡിലെ ആദ്യത്തെ ഡേ ആണ്, ഡേ 1 ആണ്. നമ്മൾ പൊളിച്ചിട്ടുണ്ട്, ബാക്കി വീഡിയോസ് ബേബി ഇട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയത്. എന്തായാലും നമ്മൾ റൂമിലൊക്കെയുള്ള ഒരു ചിൽ മൂഡാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ സോനു ഷോപ്പിംഗ് വീഡിയോ ഇടും, ഐ മീൻ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ഇടും ഇൻഷാല്ലാ. അപ്പൊ അതും നിങ്ങൾ കാണാം. എല്ലാരും ചാനലിലും വീഡിയോസ് വന്നിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ പോയി ഇനിയുണ്ടല്ലോ. അപ്പൊ മറ്റന്നാൾ നമ്മുടെ സോറിൻ ആൻഡ് ബേബിയുടെ ആനിവേഴ്സറി നമുക്ക് പൊളിക്കണം ഗൈസ്. അപ്പൊ യു ഗൈസ് സ്റ്റേ ട്യൂൺ, വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. until then ബൈ പറ. ബൈ. okay guys, bye.